സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. സീതി ഹാജി സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ പ്രവേശനോത്സവം നടന്നു. ഈ വർഷം സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ചേർന്ന ആദ്യത്തെ വിദ്യാർത്ഥി കെ അക്ഷയെ പ്രധാന അധ്യാപിക ശ്രീജ ജനാർദ്ദനൻ കിരീടമണിയിച്ച് ഉദ്ഘാടനം ചെയ്തു. തുടക്കം തൊട്ട് തന്നെ പുതിയ സ്കൂളിലാണ്. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കണം. ഇനി ഞാൻ ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും മനസ്സിനുള്ളിൽ ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ചെറിയ കുട്ടികൾക്കും ഞാൻ നല്ല കുട്ടിയാവും, എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം, ടീച്ചർമാരൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ നല്ല കുട്ടികളാവണം, എല്ലാവരും ഇഷ്ടപ്പെടുന്ന കുട്ടികളായി മാറണം എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിനുള്ളിൽ വേണം. വേണ്ടേ? നിങ്ങളുടെ എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നുള്ള ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ടോ? ആരൊന്നും ഉണ്ടാകാത്ത ആഗ്രഹമുള്ളവർക്ക് കൈവന്നിക്ക്. നല്ല കുട്ടികളാവാൻ ആഗ്രഹമുള്ളവര് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ? PTA പ്രസിഡന്റ് M. മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അക്കാദമി മാസ്റ്റർ പ്ലാൻ SMC ചെയർമാൻ K. വിനോദ് പ്രകാശനം ചെയ്തു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ക്ലാസ് അധ്യാപകർ കൈമാറി. രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് പി. അബ്ദുള്ളക്കുട്ടി നടത്തി. ശാസ്ത്ര മാജിക്, മോണോ ആക്ട്, സംഗീത ശില്പം, ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങൽ എന്നീ പരിപാടികൾ നടന്നു. നമ്മുടെ പാഠ്യപദ്ധതി ഒട്ടാകെ പരിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി 9ാം ക്ലാസ്സിലും അതുപോലെ തന്നെ ചില ക്ലാസ്സുകളിലും മാത്രം പുതിയ പാഠപുസ്തകം വന്നിട്ടുണ്ട്. പക്ഷെ പാഠപുസ്തകം മാറുക എന്നതിനപ്പുറത്ത് പാഠ്യപദ്ധതിയിൽ സമഗ്രമായ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഈ മാറ്റത്തിന്റെ ഭാഗമായി രക്ഷിതാക്കൾ കൂടി ഉൾപ്പെട്ടതാണ് നമ്മുടെ പാഠ്യപദ്ധതി എന്നുള്ളത് കൊണ്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പാഠ്യപദ്ധതിയുടെ ഭാഗമായി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അതിന്റെ ഉള്ളടക്കത്തിന് ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പോയിന്റ് മാത്രം കേട്ടാൽ മതി. ഒന്നാമത്തെ കാര്യം കുട്ടിയെ അറിയുക എന്നതാണ്. ഇത് പറയുമ്പോൾ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് അറിയില്ലേ എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാകും. പക്ഷെ എല്ലാ അർത്ഥത്തിലും നമുക്ക് കുട്ടിയെ അറിയാമോ? നമ്മുടെ കുട്ടിയുടെ ശാരീരികമായ വികാസം സംഭവിക്കുമ്പോൾ, പ്രായത്തിനനുസരിച്ച് കുട്ടി ശാരീരികമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ പോഷകാഹാരം എന്നത്, ഇതൊക്കെ അംഗനവാടിയിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അമൃതം പൊടിയൊക്കെ നമ്മൾ കിട്ടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പോഷകാഹാരത്തെ കുറിച്ചുള്ള ധാരണ, കുട്ടിയുടെ പഠനവും പോഷകാഹാരവും തമ്മിൽ, കുട്ടിയുടെ ഓർമ്മശക്തിയും പോഷകാഹാരവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് എത്ര രക്ഷിതാക്കൾക്ക് അറിയാം? പച്ചക്കറി കഴിക്കുന്നതിന്റെ പ്രാധാന്യം അറിഞ്ഞിട്ടും നമ്മുടെ കുട്ടികൾ എത്രമാത്രം പച്ചക്കറികൾ കഴിക്കുന്നുണ്ട്? ഇറച്ചി മീനും കിട്ടിയാലേ ഓൻ ഭക്ഷണം കഴിക്കുള്ളൂ, ഓന് മന്തിയും ബ്രോസ്റ്റൊക്കെ മാത്രമേ കഴിക്കുള്ളൂ എന്നൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് പറയുമ്പോൾ മക്കളുടെ ശരീരവും ബുദ്ധിയും മറ്റെല്ലാ കാര്യങ്ങളിലും വളർച്ച ഉണ്ടാകാൻ സഹായകമായ സമീകൃതമായ പോഷകാഹാരം, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, മറ്റ് പ്രോട്ടീനുകൾ, ഇതൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള ഭക്ഷണം കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ ഉച്ചഭക്ഷണത്തിന്റെ ഭാഗമായി സ്കൂളിൽ കൊടുക്കുമ്പോൾ അത് കുട്ടികൾ ആ രീതിയിൽ കഴിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ചില ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടിയുടെ ശരീരം വളരുന്ന പോലെ തന്നെ വൈകാരികമായ വികസനം സംഭവിക്കുന്നുണ്ട്. കുട്ടി ചിലപ്പോ നിങ്ങളോട് പൊട്ടിത്തെറിക്കാറുണ്ട്. നിങ്ങൾ പറയുന്നത് ഇതുവരെ കേട്ടനുസരിച്ച കുട്ടി ഇപ്പൊ കുറച്ചു കാലമായി കുട്ടി പറയുന്നത് കേൾക്കുന്നില്ല, കുട്ടി ധിക്കാരത്തോടെ പെരുമാറുന്നു എന്ന് പറയുമ്പോൾ കുട്ടിയിൽ വൈകാരികമായ ഒരു വികസനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ.